ഇതിപ്പോൾ സീഡ് ഓൾറെഡി ഇതിനകത്ത് ഇരുന്ന് തന്നെ മുളച്ചൊരു സീഡാണിത്. ഇതിൻ്റെ സീഡ് ശരിക്കും ജെമിനേഷന് മുന്നേ ആണെങ്കിൽ നമുക്ക് ആ സീഡ് മാത്രമായിട്ട് എടുക്കാം. ചെയ്യുന്ന കഴിച്ചു നോക്കി. അങ്ങനെ അവസാനം മേമി സപ്പോട്ട എൻ്റെ കയ്യിൽ കിട്ടി. അനിയങ്ങൾ കുറേ കത്തി വെച്ചു. എന്നെക്കൊണ്ട് ഇത് കഴിപ്പിക്കാതിരിക്കാൻ നോക്കി. മുറിക്കുമ്പോൾ കുറേ പറഞ്ഞു, മുറിച്ച് കഴിഞ്ഞ് സ്കൂപ്പ് എടുക്കുമ്പോൾ പിന്നെയും പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാനൊരു എറ്റേണിറ്റി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് കഴിക്കാനായിട്ടെന്ന്. പിന്നെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. ഇനി അധികം നേരം ഞാനിത് കൈ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ചിലപ്പോൾ അനിയങ്ങൾ ഇനിയും വരും, എൻ്റെ കൈ പിടിച്ചിട്ട് പറയും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നീ കഴിച്ചു വന്ന്. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യം ഇതിൻ്റെ ആ ഒരു കളറ് നിങ്ങൾ നോക്കിക്കോ, കാണുന്നില്ലേ? സാധാരണ സപ്പോട്ടയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ കളറ്. വേണമെങ്കിൽ റെഡ് ലേഡി പപ്പായ ഇല്ലേ, അതിനോടൊക്കെ കമ്പയർ ചെയ്യാം. അതിൻ്റെ കളറുമായിട്ടൊക്കെ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. സംഭവം സൂപ്പറാണ്, അടിപൊളി. ആദ്യം കിട്ടിയ ഫ്ലേവർ എന്ന് പറയുന്നത് മധുരമാണ്, നല്ല മധുരം, തേനിൻ്റെ അത്രയ്ക്ക് മധുരം.